ഹലോ നമസ്കാരം, എൻ്റെ പേര് ആദിത്. ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ വാങ്ങാറ്? അപ്പോൾ ചോദ്യം എങ്ങനെയാണ് അറേബ്യനിൽ പേയ്മെന്റുകൾ ഈടാക്കുന്നതെന്നല്ലേ. രണ്ട് രീതിയിലാണ് മെയിൻലി. അതായത് വെഡിങ്ങുകൾക്ക് ഒരു രീതി, അതുപോലെ തന്നെ റെഗുലർ ഓർഡേഴ്സിന് വേറൊരു രീതി. അതായത് വെഡിങ്ങുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ വെഡിങ് ആണെന്നുണ്ടെങ്കിലും 10 ലക്ഷം രൂപയുടെ വെഡിങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ബേസിക് അഡ്വാൻസ് എന്ന് പറഞ്ഞത് 25,000 രൂപയാണ്. 25,000 നമ്മളെ അഡ്വാൻസ്. അത് എത്ര ലക്ഷം രൂപയുടെ വർക്കാണെങ്കിൽ, അത് 30 ലക്ഷം രൂപയുടെ വർക്കാണെങ്കിലും 25,000 ആണ്. ഇനി നമ്മുടെ ബാക്കി തുക പർച്ചേസ്, അതായത് ഫങ്ഷൻസിൻ്റെ 3 days ബിഫോർ 50%, ബാക്കി 50% വർക്ക് കഴിഞ്ഞ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി നമ്മൾ സൈറ്റിൽ നിന്ന് പോരില്ലേ, ആ ടൈമിലാണ് ബാലൻസ് പേയ്മെൻറ്റ്. ഇതാണ് നമ്മൾ വെഡ്ഡിങ്ങുകൾക്ക് അല്ല എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഒരു പേയ്മെൻറ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ കഴിഞ്ഞാൽ റെഗുലർ ഓർഡർ, അതായത് അണ്ടർ 300 പേർക്ക് താഴെയുള്ള ഓർഡറിന് ഇത് നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് തന്നെ കളക്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ പർച്ചേസിങ് ചെയ്യുള്ളൂ. ഈ ബൾക്ക് പർച്ചേസിങ് സ്മോൾ പർച്ചേസിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സ്മോൾ പർച്ചേസിങ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 15 കൊടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഈ മാർക്കറ്റിംഗ് കപ്പാസിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയോട് കൂടി തന്നെ ആ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഫുൾ പേയ്മെൻറ്റ്. അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് പേയ്മെൻറ്റ് കൂട്ടണ്ട, ആ റേറ്റിൽ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഫുൾ പേയ്മെൻറ്റ് ബിഫോർ പർച്ചേസിങ്ങിന് മുമ്പായിട്ട്. നമ്മൾ ഈ റെഗുലറിൽ വേറെ ഓഫേഴ്സും നമുക്ക് റെഗുലറിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ലിമിറ്റേഷനാണ്, ലിമിറ്റഡ് പർച്ചേസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ വാങ്ങുന്നത് ആ ലിക്വിഡ് ക്യാഷ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ കുറഞ്ഞ് കിട്ടുന്നത് കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ റേറ്റിൽ തന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞങ്ങൾ റെഗുലർ ഓർഡർ ചെയ്യുന്ന സ്ട്രാറ്റജി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേയ്മെൻറ്റുകൾ നമ്മൾ ബിഫോർ വാങ്ങുന്നതിൻ്റെ ഗുണം. ഇപ്പോൾ നോർമൽ വെഡ്ഡിങ്ങുകൾക്ക് ഓഫേഴ്സൊന്നും അല്ലാതെ തന്നെ നോർമലി നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 50,000 രൂപ ഒരു 90 days ബിഫോർ അഡ്വാൻസ് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് പറയേണ്ടത് ഒരു 400 രൂപ പ്രൊഡക്റ്റ് ആണെന്ന് നോക്കാം, ഇത് നമ്മൾ എന്ത് ചെയ്യും, 10 രൂപ ലെസ് ആവും. അതായത് 50,000 രൂപ 90 days ബിഫോർ അഡ്വാൻസ് വാങ്ങുമ്പോൾ 10 rupees ലെസ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് 1 lakh ആണെന്നുണ്ടെങ്കിൽ 90 days ബിഫോർ അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ 400ൻ്റെ പ്രൊഡക്റ്റ് പിന്നെ ഒരു എക്സ്ട്രാ 10 rupees, അതായത് 20 rupees ലെസ് ചെയ്യും. ഇത് തന്നെ ഇത് നമുക്ക് പേയ്മെൻറ്റ് നോർമലി ഇത് കൂടാതെ ഈ 3 days ബിഫോർ നമ്മൾ 50% വാങ്ങുന്നു പറഞ്ഞില്ലേ, 3 days ബിഫോർ 50%. ഇതല്ലാതെ ഫുൾ പേയ്മെൻറ്റ് നമുക്ക് 3 days ബിഫോർ നൽകുന്ന കസ്റ്റമേഴ്സ് നമ്മൾ നിലവിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 30 rupees. അതായത് ഈ 10 കൂടാതെ വേറെ 10 കൂടി, ഇപ്പോൾ 30 രൂപ എന്തായി പ്ലസ് ആയി. ഇവർ ഇതൊന്നും ബുക്ക് ചെയ്യുന്നില്ല, നോർമലി 25,000 ഇരുന്ന് ബുക്ക് ചെയ്തത്. ഇവർക്ക് 3 days ബിഫോർ ഫുൾ പേയ്മെൻറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ 10 rupees എക്സ്ട്രാ ലെസ്. ഇതാണ് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ സ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോസ് ഇല്ല, കസ്റ്റമർക്ക് ലോസ് ഇല്ല, എല്ലാവർക്കും വിൻ-വിന്നാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്കും കുഴപ്പമില്ല, കാരണം റെഗുലറായി നിങ്ങൾ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ലിക്വിഡ് ക്യാഷ് അവരിൽ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സ് നിങ്ങളിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ പ്രൊഡക്റ്റിന് റേറ്റ് കൂടുതൽ എന്നുള്ളത് പറയില്ല. അത് മാത്രമല്ല, നിങ്ങൾ റേറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ട. നിങ്ങൾക്ക് ബൾക്കായിട്ട് ലിക്വിഡ് ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമ്പോൾ അബ്സല്യൂട്ട്ലി കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ.